നീലാംബരി പാർട്ട് 15. നമ്മുടെ ഗൗരി മുത്തശ്ശി ഏതോ സ്വകാര്യം നീലുവിൻ്റെ ചെവിയിൽ പറയുന്നത് കേട്ടോണ്ടാണ് ഹരി അങ്ങോട്ട് വന്നത്. എന്താണ് ഗൗരിക്കുട്ടിയെ, അതും കൊച്ചുമരുമോളോട് ഒരു സ്വകാര്യം പറച്ചില്? ഒന്നുമില്ലടാ ചെക്ക. ഗൗരി എല്ലാവരോടും തിരിഞ്ഞുകൊണ്ട്, ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നേലേ, നല്ല ക്ഷീണം കാണും, എല്ലാവരും അകത്ത് പോയി ഒന്ന് റെസ്റ്റ് എടുത്ത് കുളിച്ച് ഫ്രഷായി താഴേക്ക് വാ, അപ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാൻ ഞാൻ ശ്രീജയോട് പറയാം. അത്രയും പറഞ്ഞ് എല്ലാവരെയും കൂട്ടി അകത്തോട്ട് കയറാൻ നിന്നപ്പോഴാണ് ഉമ്മറപ്പടിയിലേക്ക് ഓടി വരുന്ന ശ്രീജയെ എല്ലാവരും കാണുന്നത്. എല്ലാവരുടെയും മുഖത്ത് അതൊരു ഇഷ്ടക്കേടായി തോന്നി എങ്കിലും അത് ആരും തന്നെ പുറത്ത് കാണിക്കാത്ത രീതിയിൽ തന്നെ നിന്നു. അത് മുത്തശ്ശനും മുത്തശ്ശിയും മനസ്സിലായി. എങ്കിലും അവർ തന്നെ മുൻകൈ എടുത്ത്, എന്താ ശ്രീജയെ? അല്ല, മഹാദേവനും മക്കളും വന്നെന്ന് പറഞ്ഞ്, അതിന് നിനക്കെന്താ? നിനക്ക് ഇവർക്കുള്ള ഫുഡ് ഉണ്ടാക്കാനല്ലേ നിന്നോട് പറഞ്ഞേ, ഉമ്മറത്തോട്ട് വരാൻ നിന്നോട് പറഞ്ഞില്ലല്ലോ. അല്ല അല്ല ഞാൻ നീ അവരെ കാണേണ്ട ആവശ്യമില്ല. നിന്നോട് ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, അവരുടെ കൺമുന്നിൽ പോലും നീ ഇനി വരരുതെന്ന്. അതോ നിനക്ക് ഇവിടെ നിന്ന് പോകണോ? വേണ്ട, ഒന്ന് കാണാൻ ഓടി വന്നേ ഉള്ളൂ. കണ്ടല്ലോ, ഇനി പോകാം. അച്ഛൻ്റെ പരുഷമായ സംസാരം തന്നെ അവൾക്ക് അവരോടെല്ലാവരോടും ഒരു ദേഷ്യം തോന്നി. അവർ വന്നതുകൊണ്ടാണ് അദ്ദേഹം അവളോട് ഇത്രത്തോളം പരുഷമായി സംസാരിക്കുന്നത്. അല്ലാതെ ഒരു മുഖം കറുത്തു പോലും അവൾ ഇതുവരെ സംസാരിക്കാനുള്ള ഇടയുണ്ടാക്കിയിട്ടില്ല എന്നത് തന്നെയാണ് സത്യം. അവളോട് മുഖം കറുപ്പിച്ച് സംസാരിക്കേണ്ടി വന്നതിൽ അച്ഛനും വിഷമമുണ്ടെന്ന് മനസ്സിലാക്കിയ മഹാദേവൻ ഒന്നും തന്നെ പറയാതെ അവളെ കടന്ന് അകത്തേക്ക് പോയി. തൊട്ടു പിന്നാലെ ലക്ഷ്മി. അപ്പോഴാണ് ശ്രീജ കാണുന്നത് അവരുടെ കൂടെ നിൽക്കുന്ന ഒരു പെൺകുട്ടിയും ഒരു ചെറുപ്പക്കാരനും. ഇതാരാ? അറിയാതെ തന്നെ വായിൽ നിന്നും വീണു. അതിന് മറുപടി ഗൗരി മുത്തശ്ശിയാണ് നൽകിയത്. മുത്തശ്ശി പറഞ്ഞത് എന്തെന്ന് മനസ്സിലാകാതെ ശ്രീജ വീണ്ടും നിന്നപ്പോഴാണ് ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, എൻ്റെ പേരക്കുട്ടികൾ ഒരാളുടെ ഭാര്യ, അതാണ് എൻ്റെ കൊച്ചുമരുമോള്, മനസ്സിലായോ നിനക്ക്? അത്രയും പറഞ്ഞുകൊണ്ട് അവർ അകത്തേക്ക് പോയി. എങ്കിലും ശ്രീജയ്ക്ക് മനസ്സിലായില്ല, ഇവരിൽ ആര്? അങ്ങനെ ചിന്തിച്ച് നിൽക്കുമ്പോഴാണ് ഹരൻ ഒരു കൂസലുമില്ലാതെ അവരെയും മറികടന്ന് അകത്തേക്ക് കയറിപ്പോയത്. എന്നാൽ ഹരി നിച്ചുവിൻ്റെ തോളയിൽ കൂടി കൈയിട്ട്, ബാ അളിയ, വീട് മൊത്തം ഞാൻ ചുറ്റിക്കാണിച്ച് തരാം, അത്രയും പറഞ്ഞ് അവർ രണ്ടുപേരും അകത്തേക്ക് കയറിയത്. അപ്പോൾ ഹരിയാണ് വിവാഹം കഴിച്ചത്. അവർ ഒരാകാംക്ഷയോടെ തന്നെ അറിയാതെ പറഞ്ഞു. അത് അവർ കേട്ടില്ല എന്നതാണ് സത്യം. എങ്കിലും അപ്പോൾ ഹരൻ എന്തെങ്കിലും ആകട്ടെ, എന്തായാലും വേണ്ടിയില്ല. ഇപ്പോൾ അച്ഛനെ കൊണ്ട് എന്നെ ചീത്ത പറയിക്കാനുള്ള അവസരം അവർ തന്നെയായിരിക്കും ഒരുക്കിയത്. ഇതെല്ലാം എൻ്റെ മോളെ ഹരൻ വിവാഹം കഴിക്കുന്നതോടെ ഞാൻ മാറ്റിയെടുക്കും. വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അവൾക്കൊപ്പം അവരുടെ വീട്ടിൽ. പിന്നീട് മഹാദേവേട്ടൻ്റെ ലൈഫിൽ നിന്ന് ലക്ഷ്മി അടിച്ച് പുറത്താക്കി അവൾ ഇല്ലാതെ ജീവിക്കാൻ തുടങ്ങുന്ന മഹാദേവേട്ടന് താങ്ങും തണലുമായി നിന്ന് പയ്യെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്കും കയറണം. മനസ്സിൽ ഒരു ഗൂഢചിന്തയുമായി അവൾ അടുക്കളയിലേക്ക് അവർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാൻ പോയി. എല്ലാവരും തങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്ന റൂമിലേക്ക് ചെന്നു. ഹരൻ റൂമിൽ ചെന്നപ്പോൾ ഫ്രഷ് ആകാൻ ബാത്റൂമിലേക്ക് കയറുന്ന നീലുവിനെയാണ് കണ്ടത്. അവൾ ഫ്രഷായി ഇറങ്ങിയതിന് ശേഷം ഫ്രഷ് ആവാം എന്ന് കരുതി അവൻ ആ കട്ടിലേക്ക് ഒന്ന് കിടന്നു. ഒരുപാട് നേരത്തെ യാത്ര ആയതിനാൽ അവന് വല്ലാത്ത ക്ഷീണമുണ്ടായിരുന്നു. കിടന്നതും അവൻ ഉറങ്ങി. ബാത്റൂമിൽ നിന്നും ഫ്രഷായി ഇറങ്ങിയ നീലു കാണുന്നത് കിടന്നു ഉറങ്ങുന്ന ഹരനെയാണ്. അവൾ കുറച്ചു നേരം അവനെ തന്നെ നോക്കി നിന്നതിന് ശേഷം ഹരൻ്റെ അടുത്തേക്ക് നടന്ന് ഹരനെ ഒന്ന് തട്ടി ഉണർത്തി. എന്തെന്നർത്ഥത്തിൽ അവൻ അവളെ നോക്കിയതും, ഫ്രഷ് ആകുന്നില്ലേ? എനിക്ക് വയ്യാടി, നല്ല ക്ഷീണം. ഫ്രഷായിട്ട് വന്ന് കിടന്നോ? ഫ്രഷായിട്ട് കിടക്കുമ്പോൾ നല്ല ഉറക്കം കിട്ടും. ആ ക്ഷീണത്തിനും ഒരു പരിധിവരെ ആശ്വാസവും കിട്ടും. അവൾ പറഞ്ഞ് ശരിയാണെന്ന് തോന്നിയെങ്കിലും മടി കാരണം അവന് എഴുന്നേക്കാൻ തോന്നില്ല. അവൻ വീണ്ടും തിരിഞ്ഞൊന്ന് കിടന്ന്, എഴുന്നേക്ക് ഹരിയേട്ടാ പ്ലീസ്. ഹരനേട്ടൻ എഴുന്നേറ്റ് ഫ്രഷായി വന്ന് കിടന്നോ? ഞാൻ പിന്നെ ശല്യം ചെയ്യില്ല. മതിയാവോളം കിടന്നുറങ്ങിയതിന് ശേഷം മതി, പ്ലീസ് എഴുന്നേക്ക്. ഈ ക്ഷീണത്തോടെ കിടന്ന് ക്ഷീണം കൂടുകയല്ല, കുറയത്തില്ല. അവൾ അവനെ വലിച്ചെഴുന്നേൽപ്പിച്ച് കയ്യിൽ അവൻ്റെ ഡ്രസ്സും കൊടുത്ത് ബാത്റൂമിലേക്ക് തള്ളിവിട്ടതിന് ശേഷം അവൻ അടുത്ത റൂമിലുള്ള ഹരിയെയും നിച്ചുവിനെയും നോക്കാൻ ചെന്നു. അവിടെ ചെന്ന് കണ്ട കാഴ്ചയോ, രണ്ടെണ്ണവും ഡ്രസ്സ് പോലും മാറാതെ, ഒന്ന് ഫ്രഷ് പോലും ആകാതെ കട്ടിലേക്ക് കിടന്നുറങ്ങുക. കൊടുത്ത് രണ്ടിൻ്റെയും പുറം പൊളക്ക് ഓരോ കീറി. എഴുന്നേൽക്കുന്നില്ലേ രണ്ടും? ഇടി പെണ്ണ, ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്ന് ഞാനും
എനിക്കും ക്ഷീണമുണ്ട്. നീ പിന്നെ പോയി കിടന്ന് ഉറങ്ങിക്കൂടെ? നീ എന്തിനാ ഞങ്ങളെ ശരിഞ്ഞ്? രണ്ടെണ്ണം മര്യാദയ്ക്ക് എഴുന്നേറ്റ് ഫ്രഷ് ആയിട്ട് വന്ന് കിടന്നോ. അപ്പുറത്തെ റൂമിൽ ഒരു മടിയനുണ്ട്, അതിനെയും തള്ളി ഞാനിപ്പോൾ ബാത്റൂമിൽ കയറ്റിയിട്ട് വന്നതാ. രണ്ടെണ്ണം കയറിയ ബാത്റൂമിൽ ഓരോരുത്തരായിട്ട് കയറി പോയി. നിച്ചൂട്ടാ എന്നിട്ടേ എൻ്റെ പൊന്നു നീലു പ്ലീസ് എനിക്ക് നീ ഹരിയെ തള്ളി വിടാം ആദ്യം പ്ലീസ്. ഞാനൊരു 5 മിനിറ്റും കൂടെ കിടന്നോട്ടെ. ഹരി നോക്കിയത്. ഹരി പ്ലീസ് 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 അവളോട് പറഞ്ഞു. നിച്ചൂട്ടാ ഒരു രക്ഷയില്ല, എഴുന്നേറ്റേ. അവൾ നിച്ചുവിനെ തന്നെ ആദ്യം തള്ളി ബാത്റൂമിൽ വിട്ടു. എൻ്റെ പൊന്നു നീലു ഒക്കെ തന്നെ. പക്ഷെ നിച്ചൂട്ടൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ഉടനെ കയറിക്കണം, ഞാൻ വീണ്ടും ഇങ്ങോട്ട് വരും. എൻ്റെ പൊന്നു നീലു നീ വരണ്ട, ഞാൻ കറക്റ്റായിട്ട് കയറി ഫ്രഷ് ആയിട്ട് വന്ന് കിടന്നോളാം പോരെ. നീ ഇപ്പോൾ കുറച്ച് നേരം അപ്പുറത്ത് പോയി ഒന്ന് റെസ്റ്റ് എടുക്കും പ്ലീസ്. അവൻ്റെ ദയനീയ അവളോടുള്ള യാചന കേട്ടതും അവൾ ചിരിച്ചുകൊണ്ട് തന്നെ ആ റൂമിൽ നിന്നും ഹരൻ്റെ റൂമിലേക്ക് കയറി. കുറേ കഴിഞ്ഞപ്പോൾ ഹരൻ്റെ റൂമിൻ്റെ വാതിൽ ആരോ മുട്ടുന്നത് കേട്ടാണ് അവൾ കണ്ണു തുറന്നത്. അവൾ കണ്ണു തുറന്ന് നോക്കിയത് ഹരൻ നല്ല ഉറക്കം. അവൾ പയ്യെ എഴുന്നേറ്റ് ചെന്ന് ഡോർ തുറന്നു. മുന്നിലൊരു പെൺകുട്ടി. ആരാ? അത് താഴേക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വിളിച്ച്. ആ ഞങ്ങൾ വന്നോളാം പൊക്കോ. അത്രയും പറഞ്ഞുകൊണ്ട് അവളെ ഒന്ന് ശ്രദ്ധിക്കാതെ നീലു ഡോർ ക്ലോസ് ചെയ്തു. എന്തൊരു ചാടയാ ഇവൾ ഹരിയേട്ടൻ്റെ ഭാര്യയാണെന്നല്ലേ പറഞ്ഞേ? അപ്പോൾ ഹരനേട്ടൻ അപ്പുറത്തെ റൂമിലായിരിക്കും അല്ലേ? അത് മനസ്സിൽ കരുതിക്കൊണ്ട് അവൾ പോയി നിച്ചുവിൻ്റെ ഹരിയുടെയും റൂമിൻ്റെ ഡോർ നോക്ക് ചെയ്യാൻ തുടങ്ങി. ഡോർ നോക്ക് ചെയ്ത് ഹരി ഇറങ്ങി പുറത്തു വന്നപ്പോൾ ഹരിയേട്ടൻ ഇവിടെ ആണെങ്കിൽ അപ്പുറത്തെ റൂമിലാരാ? അപ്പുറത്ത് നീലു. അപ്പോൾ അപ്പോഴാണ് അവൾ ബെഡിൽ കിടക്കുന്ന മറ്റൊരു ജോഡി കാല് കാണുന്നത്. ഓ ഹരിയേട്ടനും ഹരനേട്ടനും ഒന്നിച്ചൊരു റൂമിലല്ലേ? അവൾ ഒന്ന് ചിരിച്ചുകൊണ്ട് അല്ല താഴേക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വരാൻ പറഞ്ഞ് അവൾ അകത്തേക്ക് ഒന്നുകൂടി എത്തി നോക്കി. നീ എന്താ അകത്തോട്ട് എത്തി നോക്കുന്നേ? ഏയ് ഒന്നുമില്ല ഹരിയേട്ടാ. എങ്കിൽ ഏട്ടനെയും കൂടെ വിളിച്ചുകൊണ്ട് താഴേക്ക് വാ. ശരി എന്നും പറഞ്ഞ് അവൻ തലയടി. ഇവൾ ഏട്ടനെന്ന് വിളിച്ചത് അവന് മനസ്സിലായില്ല. എന്തെങ്കിലും പുല്ലാവട്ടെ, താഴേക്ക് ചെല്ലാം. അവൻ ഡോർ ക്ലോസ് ചെയ്തും ഹരിയും നിച്ചുവും പെട്ടെന്ന് തന്നെ ഫ്രഷായി പുറത്തിറങ്ങിയപ്പോൾ നീലും ഹരനും അതേസമയം തന്നെ ഫ്രഷായി പുറത്തേക്ക് ഇറങ്ങി. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ 4 പേരും ഒന്നിച്ചാണ് സ്റ്റെപ്പ് ഇറങ്ങി വന്നത്. രാധിക നോക്കുമ്പോൾ ഹരനും നിച്ചും ഒന്നിച്ചും ഹരിയും നീലും ഒന്നിച്ച് സംസാരിച്ച് സ്റ്റെപ്പ് ഇറങ്ങി വരുന്നതാണ്. രാധിക ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? കുറച്ച് മുമ്പേ നീലു ഒരു പെണ്ണിനോട് സംസാരിച്ചില്ലേ, അവളുടെ പേര്, അതായത് ശ്രീജയുടെ മകൾ രാധിക. അപ്പോൾ മനസ്സിലായല്ലോ. അവൾ നോക്കിയത് ഹരനെ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ട് നീലുവിന് വല്ലാത്ത കുശുമ്പ് തോന്നി. തൻ്റെ പേഴ്സണൽ പ്രോപ്പർട്ടിയെ മറ്റൊരാൾ നോക്കുമ്പോൾ എത്രത്തോളം അസൂയ ഉണ്ടാകുമെന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാമല്ലോ. അതുപോലെ തന്നെ നമ്മുടെ കൊച്ചിനും ചെറിയൊരു അസൂയ. എങ്കിലും അവൾ അത് കാര്യമാക്കില്ല. ഇവൾ എവിടം വരെ പോകുമെന്ന് അറിയട്ടെ എന്ന ഭാവത്തിൽ അവൾ ഹരിയോട് തന്നെ സംസാരിച്ച് താഴേക്ക് ചെന്നു. അവർ ഡൈനിങ് ഏരിയ ഭാഗത്തേക്ക് ചെന്നപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും അച്ഛനും അമ്മയും ഇരിക്കുന്നു. അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് 2 കസേരയും മുത്തശ്ശിയുടെ അടുത്ത് 2 കസേരയും ഒഴിഞ്ഞു കിടക്കുന്നു. ഹരി പെട്ടെന്ന് ഓടിച്ചെന്ന് മുത്തശ്ശിയുടെ അടുത്തുള്ള 2 കസേരയിൽ ഒന്നിൽ ഹരിയും ഒന്നിൽ നിച്ചുവിനെയും പിടിച്ചിരുത്തു. ശ്രീലക്ഷ്മിയുടെ അടുത്ത് കിടക്കുന്ന 2 കസേരയിൽ ഒന്നിൽ ഹരനും ഒന്നിൽ നീലുവും ഇരുന്നു. ഇത് കണ്ടു നിന്ന രാധികയ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. എങ്കിലും ഇപ്പോൾ താൻ നിശബ്ദത പാലിക്കുന്നതാണ് നല്ലത് എന്ന് മനസ്സിലാക്കി അവൾ എല്ലാവർക്കും ഫുഡ് വിളമ്പാൻ പോയി. അപ്പോഴാണ് ശ്രീജ അങ്ങോട്ട് വന്ന് മുത്തശ്ശനും മുത്തശ്ശിയും മഹാദേവനും അവൾ വിളമ്പി. അതിനുശേഷം രാധികയുടെ കയ്യിലേക്ക് പാത്രം നൽകി. രാധിക അത് ഹരിക്കും നിച്ചുവിനും ആഹാരം വിളമ്പിയതിന് ശേഷം ഹരന് വിളമ്പാനായിട്ട് ചെന്നപ്പോൾ ഹരൻ കൈ ഉയർത്തി വേണ്ട എന്ന് പറഞ്ഞു. അതെന്തെന്നർത്ഥത്തിൽ അവൾ അവനെ നോക്കിയതും എനിക്ക് കൈയുണ്ട്, ഞാൻ എടുത്ത് കഴിച്ചോളാം. എനിക്ക് ഇന്നോളം ആരും എടുത്തു തന്നിട്ടില്ല, അതുകൊണ്ട് ഞാൻ തന്നെ ചെയ്തോളാം. അതുമാത്രമല്ല എനിക്കിഷ്ടമല്ല ആരും വിളമ്പിത്തരുന്നത്. അത്രയും പറഞ്ഞുകൊണ്ട് ഹരൻ നേരെ നോക്കിയത് ലക്ഷ്മിയുടെ മുഖത്തേക്കാണ്. ലക്ഷ്മി അവനെ സൂക്ഷിച്ചു നോക്കി. ആ നോട്ടം കണ്ട് ഹരൻ തല കുനിച്ചു. ലക്ഷ്മി നേരെ ഹരിയെ നോക്കി. ഹരി കുനിഞ്ഞിരുന്ന് ചിരിക്കുക. എന്താണെന്നല്ലേ, നമ്മുടെ ഹരന് ഒരു സ്വഭാവമുണ്ട്.